കേരള കോൺഗ്രസ് എമ്മിന്റെ മുന്നണി മാറ്റ ചർച്ചകൾക്ക് താൽക്കാലിക വിരാമം ഇട്ടുകൊണ്ട് ചെയർമാൻ ജോസ് കെ മാണി തന്നെ നേരിട്ട് രംഗത്ത് വന്നത് നമ്മൾ കണ്ടെങ്കിലും അണികൾക്കിടയിൽ ആശയക്കുഴപ്പവും രാഷ്ട്രീയ കേന്ദ്രങ്ങളിലെ സസ്പെൻസും അത് തുടരുക തന്നെയാണ്. അതുകൊണ്ട് തന്നെ നാളെ ചേരുന്ന സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം നിർണായകമാകുന്നു. മുന്നണി മാറ്റം സംബന്ധിച്ച വിവരങ്ങൾ തള്ളിയെങ്കിലും പാർട്ടിയിലെ വികാരമുള്ളതിനാൽ ഇത് സംബന്ധിച്ച ചർച്ചകളും യോഗത്തിൽ ഉയർന്നേക്കും. കെ സജീഷാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. സജീഷ്, ഇതിലിപ്പോൾ രണ്ട് തട്ടിലാണ് പാർട്ടി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒറ്റക്കെട്ടായി തീരുമാനമെടുക്കുമെന്ന് ജോസ് കെ മാണി പറയുമ്പോഴും അതത്ര എളുപ്പമാകില്ല. നാളത്തെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ വരാൻ പോകുന്ന ചർച്ചകൾ എന്തൊക്കെയാണ്? നിലവിലെ സാഹചര്യത്തിൽ ഉറച്ചു നിൽക്കുക LDF എന്നതിലേക്ക് എത്തുമോ? വിനീത, ഏതായാലും നാളെ ചേരുന്ന കേരള കോൺഗ്രസ് എമ്മിന്റെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം പാർട്ടിക്കും UDF-നും LDF-നും എല്ലാം തന്നെ അതിനിർണായകമാണ്. കാരണം കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് കേരള രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നതാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ മുന്നണി മാറ്റം. UDF-ലേക്ക് പോകുമോ അതോ LDF-ൽ തുടരുമോ എന്ന കാര്യത്തിൽ ആ പാർട്ടിയിലെ നേതാക്കൾ പോലും ഇപ്പോഴും അവ്യക്തതയുണ്ട്, അല്ലെങ്കിൽ അവർക്കിടയിൽ ഇപ്പോഴും തർക്കങ്ങളുണ്ട് താനും. അതുകൊണ്ട് തന്നെയാണ് നാളത്തെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം അതിനിർണായകമാകുന്നത്. നാളത്തെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ എന്തായാലും ഈ വിഷയം ചർച്ചയ്ക്ക് വരും എന്ന് ഉറപ്പാണ്. കാരണം ഇത് പൊതുമധ്യത്തിൽ ഇതിനകം തന്നെ പാർട്ടി നേതാക്കൾ പരസ്യമാക്കി കഴിഞ്ഞിട്ടുണ്ട്. ആദ്യമായിട്ട് റോഷി അഗസ്റ്റിനും പിന്നീട് റാന്നി MLA പ്രമോദ് നാരായണനും തുടരും എന്ന് LDF-ന്റെ ബാനറിൽ ഒരു പ്രഖ്യാപനം നടത്തിയോടുകൂടിയാണ് ഇവർക്കിടയിൽ ഭിന്നതയുണ്ട് എന്ന ഒരു കാര്യം പുറത്തേക്ക് വരുന്നത്. അതിനുശേഷം ജോസ് കെ മാണി കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം നടത്തി. ആ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ഇടതുമുന്നണിയിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞു. പക്ഷേ അതിനിടയിൽ അദ്ദേഹം പറഞ്ഞൊരു വാചകം പ്രത്യേകം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതായത് കേരള കോൺഗ്രസ് എം എവിടെയാണോ അവിടെയാണ് ഭരണം ഉണ്ടാവുക എന്നതാണ്. അത് 3 വട്ടം അദ്ദേഹം ഊന്നി പറയുകയും ചെയ്തു. അതായത് എങ്ങനെ വേണമെങ്കിലും ആ പരാമർശത്തെ വ്യാഖ്യാനിക്കാം. ഒന്നുകിൽ UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ കേരള കോൺഗ്രസ് എം ഒപ്പം ഉണ്ടാകും എന്ന്, അല്ലെങ്കിൽ LDF ആണ് അധികാരത്തെങ്കിൽ അവർക്കൊപ്പം ഈ പാർട്ടി ഉണ്ടാകുമെന്ന്. അതായത് ആ രീതിയിൽ എങ്ങോട്ട് വേണമെങ്കിലും ചായാം എന്നൊരു പരോക്ഷമായ സൂചന അദ്ദേഹത്തിൻ്റെ ആ വാർത്താ സമ്മേളനത്തിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ കാര്യത്തിൽ പാർട്ടിക്കുള്ളിൽ രണ്ട് തട്ടുമുണ്ട് എന്ന് വ്യക്തമാകുന്നത്. ജോസ് കെ മാണിക്ക് സഭാ നേതൃത്വത്തിന്മേൽ സമ്മർദ്ദമുണ്ട്. മാത്രമല്ല ഒരു വിഭാഗം ജില്ലാ ഘടകങ്ങളുടെ സമ്മർദ്ദമുണ്ട്. UDF നേതാക്കൾ രഹസ്യമായി ചർച്ച നടത്തിയിട്ടുണ്ട്. അത് UDF നേതാക്കൾ തന്നെ സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ പല തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് അങ്ങനെയെങ്കിൽ UDF-ലേക്ക് മാറാം എന്ന ഒരു തത്വത്തിൽ ധാരണയിലെത്തിയ ശേഷമാണ് പാർട്ടിക്കുള്ളിൽ ഈ ഒരു പടലപ്പിണക്കം വരുന്നത്. ഏതായാലും നാളത്തെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ ഇത് ചർച്ചയാകും. ആ ചർച്ചയിൽ ജോസ് കെ മാണി ഒരുപക്ഷെ പറയാൻ പോകുന്നത് തൽക്കാലത്തേക്കെങ്കിലും നമുക്ക് ഇടതുമുന്നണിയിൽ ഒപ്പം നിൽക്കാമെന്നൊരു തീരുമാനത്തിലേക്ക് എത്താം, അല്ലെങ്കിൽ മുന്നണി മാറ്റം എന്ന ഒരു അജണ്ട അല്ലെങ്കിൽ ചർച്ച ഇപ്പോൾ നടത്തേണ്ടതില്ല എന്ന കാര്യം ജോസ് കെ മാണി പറഞ്ഞേക്കാം. അതിനോട് അംഗങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നാണ്. മറ്റേതെങ്കിലും അംഗം മുന്നണി മാറണം എന്ന കാര്യം സൂചിപ്പിച്ചാൽ ഒരുപക്ഷെ വലിയ തോതിലുള്ള തർക്കത്തിലേക്കും വിവാദത്തിലേക്കും കടന്നേക്കാം. ഏതായാലും നാളെ ചേരുന്ന സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ തീരുമാനമുണ്ടാകാൻ സാധ്യത കുറവാണ്. ഒരുപക്ഷെ മുന്നണി മാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തൽക്കാലത്തേക്ക് അടച്ചു വെക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കാകും കേരള കോൺഗ്രസ് എം എത്തുക. തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രമായിരിക്കും മറ്റു നിർണായക കാര്യങ്ങളിലേക്ക് പാർട്ടി നേതൃത്വം കടക്കുക. ശരി സജീഷ്, ഏതായാലും